മീനിനൊക്കെ എന്താ വില. മീനൊട്ട് കിട്ടാനില്ല താനും. ഇപ്പം 2 ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു മീൻ ഇതിലേക്കൂടെയൊക്കെ പോകുന്നത്. ഇന്നിപ്പം ദാണ്ടേ നെത്തോലിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാനത് കഴുകി വൃത്തിയാക്കുവാണേ. നെത്തോലി മീൻ എന്നാൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് നല്ലൊരു കറി വെച്ചാലോ. തേങ്ങാക്കറിയാന്ന് പറയത്തുമില്ല, എന്നാൽ മുളക് കറിയാന്ന് പറയുകയും ചെയ്യും. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ഒരു കറിച്ചട്ടിയിലേക്ക് ദാണ്ടേ ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ദാണ്ടേ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ചെറുതീയിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെയൊക്കെ നെത്തോലിയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ അധികം ആർക്കും വേണ്ട. നെത്തോലി ഫ്രൈ ഒക്കെ ആക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അന്നേരം എന്തായാലും കറി വേണമല്ലോ. ഒഴിച്ചു കൂട്ടാൻ എന്തായാലും കറി ഇല്ലാണ്ട് ചോറിറങ്ങൂലല്ലോ. അന്നേരം ഞാൻ വിചാരിച്ചു ഇതെന്നാൽ പിള്ളേർ കഴിക്കുന്ന രീതിയിൽ നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് എന്താണ്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇവിടെ എടുക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് കളറ് മാത്രമായിരിക്കും അധികം, എരിവ് അധികം ഇല്ലാത്ത പൊടിയാണല്ലോ. അങ്ങനെ അത് ഞാൻ 3 സ്പൂണ് ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി സ്വല്പമേ ചേർക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ നെത്തോലി കറികൾക്കൊക്കെ നെത്തോലി കറി വയ്ക്കുന്നതിന് മല്ലിപ്പൊടിയുടെ ചുവ കൊള്ളൂല, അധികമൊന്നും അങ്ങോട്ട് പിടിക്കത്തില്ല. അന്നേരം ഞാൻ ദാണ്ടേ അതിലേക്ക് കുടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കുടംപുളിയും കൂടെ ചേർത്ത്. ഇവിടെ പിഴുപുളിയൊന്നും അധികം ചേർക്കാറില്ല, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കാറുള്ളൂ. രണ്ട് തേങ്ങയും കൊച്ചുള്ളി അരച്ച് വെച്ചതാണ്. അത് ഞാൻ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാണ്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു. അന്നേരം അത് ചേർത്ത് കൊടുത്തു. 2 ഉണ്ടമുളക്, എരിവിന് 2 ഉണ്ടമുളക് ചേർത്ത് കൊടുത്തു. നല്ല മണം ഉണ്ടായിരുന്നു ഉണ്ടമുളകിന്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടി കാണിച്ചതാണ്. പിന്നെ നോക്കിയപ്പം കറിവേപ്പില കാണാൻ പോലും ഇല്ല. അങ്ങനെ തണ്ടത്തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നെത്തോലി കഴുകി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരിക്കലെങ്കിലും നെത്തോലി കറി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. വളരെ ടേസ്റ്റിയാണ്. അപ്പം, ദോശ, ചപ്പാത്തി, ചോറ് ഏതിൻ്റെ കൂടെയും പോവും. നമുക്ക് വലിയ വലിയ മീനുകളൊന്നും വേണമെന്നൊന്നുമില്ല. ഇത് തന്നെ ധാരാളം. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വേണ്ട ചോറ് വറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ? ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളേ. അപ്പം ബൈ.